നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വൻചതിയാണ് ജെ.ഡി.യുവിനോടും സഖ്യകക്ഷികളോടും കാണിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥികൾ 101 ബീഹാറിൽ മത്സരിക്കുന്നതെങ്കിലും വളരെ വ്യക്തമായ അജണ്ട ബി.ജെ.പിക്കുണ്ട്. 80 അതിൽ കൂടുതൽ സീറ്റ് ബി.ജെ.പി നേടുകയും മറ്റുള്ള എല്ലാ പാർട്ടികളും കൂടിപ്പോയാൽ 50 അതിൽ കൂടുതൽ ഐക്യ ജനതാദളും ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഒന്നും നേടരുത്. ഈയൊരു ദുഷ്ടവിചാരത്തോടെ മാത്രം ചിന്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ബീഹാറിൽ തമ്പടിച്ച് പ്രചരണം കൊഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലാലു പ്രസാദ് ഒരു കാര്യം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എതിർക്കുന്നവരെ ജയിലിലടയ്ക്കുന്ന ഈയൊരു സ്വഭാവം സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യുന്ന ഷൂസ് എറിയുന്ന സംഘപരിവാറിന്റെ അജണ്ടകളെ പൊളിച്ചെടുക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാത്ത ഇനിയും നേർബുദ്ധിയോടെ ചിന്തിക്കാൻ കഴിയുന്ന പ്രബുദ്ധരായ വോട്ടർമാർക്ക് കൃത്യമായ ഒരു അവസരം വന്നിരിക്കുകയാണെന്നും ഈയൊരു അവസരം 5 കൊല്ലത്തേക്കാണ് എന്നുള്ളതും വീണ്ടും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ലാലുവിന്റെ ഓരോ പ്രസംഗവും. 77ാമത്തെ വയസ്സിലും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെ കഴിഞ്ഞിട്ടും ഒരു രീതിയിലും പോരാട്ട വീര്യം ചോരാതെ തന്നെയാണ് ആ മനുഷ്യൻ പ്രചരണവുമായി പോകുന്നത്. വൈശാലി ജില്ലയിൽ നടത്തിയ പ്രചരണം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മോദി ആയാഹെ ഗയാഹെ എന്ന് പറയുന്ന ലാലുവിന്റെ മാസ് റിപ്ലൈ ഇന്ത്യക്കാരെ മുഴുവൻ കൊള്ളയടിക്കുന്ന നരേന്ദ്രമോദിയുടെ ജൽപ്പനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹത്തിന്റെ ഭാഷാശൈലിയിൽ ഉൾപ്പെടെയുള്ള കാപട്യത്തെ തുറന്നു കാണിക്കാൻ എല്ലാ രീതിയിലും ശ്രമിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലാലു പ്രസാദിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയാക്കിയതുൾപ്പെടെ ആ കുടുംബത്തിനെ മുഴുവൻ ഇത് ബാധിക്കാൻ പോകുന്നതേയുള്ളൂവെന്നും ഇനി പലരും ആദ്യ ടിക്കറ്റിൽ മത്സരിക്കാൻ പോലും കഴിയില്ല എന്നും ലാലു പ്രസാദിന്റെ കുടുംബം മുഴുവൻ ജയിലിലേക്ക് പോകുമെന്ന് രാജീവ് പ്രതാപ് റൂഡിയും രവിശങ്കർ പ്രസാദും ഗിരിരാജ് സിംഗുമൊക്കെ ഏതർത്ഥത്തിലാണ് പറയുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ ലാലു പ്രസാദ് യാദവ് പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാലൊന്നും അങ്ങനെ ജയിലിൽ കാലാകാലങ്ങളോളം ഇട്ടുകളയാൻ കഴിയില്ല. ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? മതേതര വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ ഞങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ തീർച്ചയായും ബീഹാറിന്റെ മണ്ണിൽ വേരോടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. യാദവ് മുസ്ലിം ബെൽറ്റുകളിലേക്കുള്ള വോട്ട് ഷെയർ അത് ക്രമേണ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് തന്നെയാണ് അവിടെയുള്ള ഇലക്ഷൻ സർവേകളിൽ നിന്നും വ്യക്തമാകുന്നത്. തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കുകളൊന്നും തന്നെ ബി.ജെ.പിയെ തുണയ്ക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം.